നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 18 മാസമായി കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുക അടിയന്തരമായി ഒറ്റത്തവണയായി അനുവദിക്കണമെന്ന് ഓൾ കേരള ആർട്ടിസാൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ വടക്കഞ്ചേരി യൂണിറ്റ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ജീവിതശൈലി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന നിർധനരും നിരാലംബരുമായ പെൻഷൻകാർ മരുന്നു വാങ്ങാൻ പോലും കഷ്ടപ്പെടുന്നത് ബോർഡും സർക്കാരും കാണണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു പോക്കറ്റടിക്കാരന്റെ ലാഘവത്തോടുകൂടി പിണറായി വിജയൻ സർക്കാരും CPM-ഉം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അവകാശപ്പെട്ട പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകളും പാർട്ടിയും മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഏവരുടെയും പിന്തുണ കൂടി പാർട്ടിക്ക് വേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസും തൊഴിലാളി സംഘടനകളും സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ട പെൻഷനാണ് ഇവിടെ നിഷേധിച്ചിരിക്കുന്നത്. നിങ്ങളടയ്ക്കുന്ന ക്ഷേമനിധി പെൻഷൻ സർക്കാർ വകമാറ്റി ചെലവഴക്കി അവരുടെ ദൂർത്തടിച്ച ജീവിതത്തിന് വേണ്ടി വകമാറ്റി ചെലവാക്കിയതിനെതിരെ ശക്തമായ ജനരോഷം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മൾ പാർട്ടി നടത്തുന്ന സമരങ്ങൾക്ക് പിന്നിൽ നിങ്ങളേവരും അണിനിരക്കണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാനുള്ളത്. ജില്ലാ വൈസ് പ്രസിഡന്റ് എ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സുധാകരൻ പ്ലാക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന അംഗങ്ങളെ യോഗത്തിൽ വെച്ച് ആദരിച്ചു. ജില്ലാ ഖജാൻജി എൻ ദേവയാനി, ഭാരവാഹികളായ വി കൃഷ്ണദാസ്, ശിവരാമൻ കാരേങ്കാട്ട്, ഇല്യാസ് പടിഞ്ഞാറേക്കളം, വിജയമോഹൻ, ബാബുമാധവൻ, VH ബഷീർ, സി മുത്തു തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.